ഈ 25 എണ്ണത്തിൽ 24 എണ്ണവും ഇപ്പോൾ കാണാനില്ല. അതായത് 9,55,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 77 ലൈറ്റുകൾ സ്ഥാപിച്ചത്. 2 പോലീസ് സ്റ്റേഷൻ പരിധികളിലായാണ് ഈ ഒരു വർഷത്തിനിടയിൽ, അതായത് 2025-26 കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഭീകരമായ സാഹചര്യമാണ്. അതായത് വൈകുന്നേരം ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റ് പറിച്ചെടുത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വൈദ്യുതി പ്രവാഹം ഉണ്ടാകും. അതായത് 77 മോഷണങ്ങൾ ഒരു വർഷത്തിനിടയിൽ നടത്തുന്നു. പോലീസിനൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്തെ ചരിത്ര പ്രസിദ്ധമായ രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിലാണ്. ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിരവധി ലൈറ്റുകൾ ഘടിപ്പിച്ചിരുന്നു. അതായത് രക്തസാക്ഷി മണ്ഡപം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ലൈറ്റുകൾ പിടിപ്പിച്ചത്. 55 ലൈറ്റുകളാണ് ഇവിടെ ഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ആ 55 ലൈറ്റിൽ വെറും 3 എണ്ണം മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും കുറ്റികൾ മാത്രമേ നിലവിൽ ഇവിടെയുള്ളൂ. എന്തായാലും സംഭവം ബഹുലമായ ഒരു സംഭവം തന്നെയാണ്. അതായത് 2025 ജൂലൈ മുതൽ 2026 ജൂലൈ വരെ തലസ്ഥാനത്ത് വലിയൊരു മോഷണം നടന്നു. ആ മോഷണത്തിൻ്റെ ഭാഗമായാണ് ഈ ഘടിപ്പിച്ച ലൈറ്റുകൾ ഇപ്പോൾ കാണാതെ ആയിരിക്കുന്നത്. ഈ ലൈറ്റിൻ്റെ കൃത്യമായുള്ള പേര് ബൊള്ളാഡ് ലൈറ്റുകൾ എന്നാണ്. ഈ ബൊള്ളാഡ് ലൈറ്റുകളാണ് നിലവിലിപ്പോൾ മോഷണം പോയിരിക്കുന്നത്. ഏകദേശം ഒരു ലൈറ്റിന് 10,000 രൂപയാണ് വില വരുന്നത്. ഇത്തരത്തിൽ തലസ്ഥാനത്തിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ നിന്നും 77 ലൈറ്റുകളാണ് നിലവിലിപ്പോൾ മോഷണം പോയിരിക്കുന്നത്. അതായത് 9,55,000 രൂപയുടെ ലൈറ്റുകളാണ് മോഷണം പോയിരിക്കുന്നത്. ഇത് മോഷ്ടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കുളത്തൂർ സ്വദേശിയായ കണ്ണൻ എന്നുള്ള വ്യക്തിയാണ്. ഇവിടെ ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഈ 55 ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. ഈ 55 എണ്ണത്തിൽ 3 എണ്ണം മാത്രമേ ഇപ്പോൾ കത്തുന്നുള്ളൂ. അതായത് രാത്രി കാലങ്ങളിലാണ് ഈ ലൈറ്റുകൾ ഓണാവുക. നഗരസഭയുടെ നിയന്ത്രണത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് ഈ 3 ലൈറ്റുകളും കത്തുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, ബാക്കിയുള്ള ലൈറ്റുകൾ ഉണ്ടായിരുന്ന ആ കോൺക്രീറ്റ് പാളിക്ക് മുകളിൽ നമുക്ക് വയറിംഗ് കണക്ഷൻ എല്ലാം തന്നെ കാണുവാൻ സാധിക്കും. ഇതിൽ വൈകുന്നേരങ്ങളിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈയൊരു സംഭവത്തിൽ ഈയൊരു വയറിൽ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറിയാതെ കാലോ മറ്റോ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ട പുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ സ്ഥലത്ത് നിന്നാണ് വലിയ രീതിയിലുള്ള മോഷണം ഒരു വർഷത്തിനിടയിൽ ഈ കണ്ണൻ എന്ന വിദഗ്ധൻ നടത്തിയിരിക്കുന്നത്. നിരവധി CCTV എല്ലാം തന്നെ ഉള്ള പ്രദേശമാണ് ഈ രക്തസാക്ഷി മണ്ഡപം. അതുകൂടാതെ ഒരു തലസ്ഥാനത്തിൻ്റെ സെൻറ്റർ ഭാഗം കൂടിയാണ്. വലിയ രീതിയിൽ CCTV സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ടും പോലീസിന് ഈ ഒരു കള്ളനെ പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഖേദകരമായ മറ്റുള്ള ഒരു കാര്യം. എന്തായാലും നമുക്ക് എടുത്തു പറയാനുള്ളത്, ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ മാത്രമല്ല, അയ്യങ്കാളി ഹാളിന് തൊട്ട് മുൻപിലുള്ള പട്ടം താണുമുള്ള പ്രതിമയ്ക്ക് ചുറ്റുമുള്ള ലൈറ്റുകളും ഇത്തരത്തിൽ മോഷണം പോയിരിക്കുന്നു. ഈ കുളത്തൂർ സ്വദേശിയായ കണ്ണൻ തന്നെയാണ് ഈ ഒരു മോഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും അയ്യങ്കാളി ഹാളിന് തൊട്ട് അടുത്തായുള്ള പട്ടം താണുപിള്ളയുടെ പ്രതിമയ്ക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന ബൊള്ളാഡ് ലൈറ്റുകൾ 25 എണ്ണമാണ്. ഈ 25 എണ്ണത്തിൽ 24 എണ്ണവും ഇപ്പോൾ കാണാനില്ല. അതായത് എനിക്ക് തൊട്ടടുത്തായുള്ള ഈ ഒറ്റയൊരു ബൊള്ളാഡ് ലൈറ്റ് മാത്രമേ നിലവിലിപ്പോൾ ഇവിടെയുള്ളൂ. രക്തസാക്ഷി മണ്ഡപത്തിൽ ഉള്ളതുപോലെ തന്നെ സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതായത് വയറിങ്ങിൻ്റെ ഭാഗമായി നടത്തിയ
വയറുകളെല്ലാം തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സാഹചര്യം. ആ കോൺക്രീറ്റ് കുറ്റി മാത്രമാണ് നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് തലസ്ഥാനത്തെ 2 പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഈയൊരു മോഷണം നടക്കുന്നത്. അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലും കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് ഈ ഒരു മോഷണം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ഉള്ളിൽ നടക്കുന്നത്. ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസമാണ് കണ്ണൻ എന്ന കുളത്തൂർ സ്വദേശിയെ പോലീസ് പിടികൂടുന്നത്. അതായത് CCTV ദൃശ്യത്തിൽ ശ്രദ്ധിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് കന്റോൺമെൻറ്റ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ പ്രതി പോലീസിനോട് പറഞ്ഞത്, അതായത് ഈ ബൊള്ളാർഡ് ലൈറ്റുകൾ ആക്രിക്കടയിൽ വിറ്റു എന്നുള്ളതാണ്. എന്തായാലും നഗരസഭാ ഉദ്യോഗസ്ഥരും പോലീസും ഉടനടി ഈ ഒരു വിഷയത്തിൽ നടപടി എടുത്തില്ല എങ്കിൽ, അതായത് ഈ ബൊള്ളാർഡ് ലൈറ്റുകൾ എടുത്തു കൊണ്ടുപോയിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിലവിലിപ്പോൾ വയറുകളെല്ലാം തന്നെയുണ്ട്. രാത്രി ഈ ഒരു ഒറ്റ ലൈറ്റ് കത്തുന്നുണ്ട്. സമാനമായ രീതിയിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ 3 ലൈറ്റുകളാണ് കത്തുന്നത്. പക്ഷേ ബാക്കി ലൈറ്റുകളൊന്നും തന്നെ കത്തുന്നില്ല. ആ ബാക്കി കത്താത്ത ഭാഗത്തെല്ലാം തന്നെ, അതായത് ഈ വയറുകൾ പുറത്തേക്ക് ഉണ്ട്. ഇവിടെ വൈദ്യുതി പ്രവാഹമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യത നിലനിൽക്കുകയാണ്. നഗരസഭ ഉടൻ തന്നെ ഇത് പരിഹരിച്ചില്ല എങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നതുമാണ്. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അതായത് ലോക് ഭവന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന അക്കമ്മ ചെറിയാൻ്റെ പ്രതിമയ്ക്ക് താഴെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നവീകരിച്ച ഈ ബൊള്ളാർഡ് ലൈറ്റുകൾ അവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. സമാനമായ സംഭവം അവിടെയും ഉണ്ടായിരിക്കുകയാണ്. ഒടുവിൽ നമ്മൾ തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയായ ലോക് ഭവന് മുൻപിൽ എത്തിയിരിക്കുകയാണ്. ലോക് ഭവനാണ് എനിക്ക് തൊട്ട് പിന്നിലായി കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്, അതായത് റോഡ് ക്രോസ് ചെയ്ത് മറുവശത്ത് കടന്നു കഴിഞ്ഞാൽ അക്കമ്മ ചെറിയാൻ സ്മാരകമാണ് ഉള്ളത്. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്. ഇവിടെയും സമാനമായ രീതിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ലൈറ്റുകൾ ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ലൈറ്റുകൾക്കും 10,000 രൂപ വീതമാണ്. 9,55,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 77 ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഈ 77 ലൈറ്റും ഈ തസ്കര വീരൻ, അതായത് കണ്ണൻ എന്ന കുളത്തൂർ സ്വദേശിയായ ഈ തസ്കര വീരൻ അടിച്ചു മാറ്റി കൊണ്ടുപോയത്. ഈ അക്കമ്മ ചെറിയാൻ ഈ ഒരു പാർക്കിൽ, ഈ സ്മാരകത്തോട് ചേർന്നുള്ള ഈ ഒരു പാർക്കിൽ ഏകദേശം 25 ബൊള്ളാർഡ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ആ 25 ലൈറ്റും എന്തായാലും ഈ കള്ളൻ കവർന്നുകൊണ്ട് പോയിരിക്കുകയാണ്. 2 പോലീസ് സ്റ്റേഷൻ പരിധികളിലായാണ് ഈ ഒരു വർഷത്തിനിടയിൽ, അതായത് 2025-26 കാലഘട്ടത്തിൽ ഇത്തരത്തിൽ, അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും അതുകൂടാതെ കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമാനമായ രീതിയിലുള്ള മോഷണം നടന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, അതായത് ലോക് ഭവൻ നിലനിൽക്കുന്ന സ്ഥലം, തന്ത്രപ്രധാനമായ ഭാഗം അതീവ സുരക്ഷാ കേന്ദ്രമാണ്, സുരക്ഷാ വലയത്തിലാണ് ഇവിടെ ഏത് സമയം നിലനിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 3 CIമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ബറ്റാലിയൻ തന്നെ ഇവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. അത്തരത്തിലൊരു സ്ഥലത്ത് നിന്നുമാണ് ഇങ്ങനെ ഒരു മോഷണം നടത്തിയിരിക്കുന്നത്. കള്ളനെ ഏറ്റവും അവസാനം കന്റോൺമെൻറ്റ് പോലീസ് നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയെല്ലാം തന്നെ ഈ ഒരു അക്കമ്മ ചെറിയാൻ പാർക്കിൽ നിലവിലിപ്പോൾ ഈ ഒരു കറണ്ട് വരാതിരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗം ഇൻസുലേഷൻ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ അങ്ങനെയല്ല. അവിടെയെല്ലാം തന്നെ നിലവിലിപ്പോൾ ഭീകരമായ സാഹചര്യമാണ്. അതായത് വൈകുന്നേരം ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റ് പറിച്ചെടുത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വൈദ്യുതി പ്രവാഹം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടത്തിനും സാധ്യതയുണ്ട്. ഇതാണ് കുളത്തൂർ കണ്ണൻ എന്ന കള്ളൻ നടത്തിയ ഈ ഒരു നഗരത്തിൽ നടത്തിയ വലിയ മോഷണം. അതായത് 77 മോഷണങ്ങൾ ഒരു വർഷത്തിനിടയിൽ നടത്തുന്നു. പോലീസിനൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒടുവിൽ ഈ ജൂലൈയിലാണ് കള്ളനെ കന്റോൺമെൻറ്റ് പോലീസ് പൊക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.